ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? കുറേ ദിവസമായിരുന്നു വീഡിയോസൊക്കെ ചെയ്തിട്ട്. സത്യം പറയാൻ ഒഴിവില്ല, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാത്തത്. പ്രതികരിക്കാൻ കഴിയാത്തതുകൊണ്ടോ ചെയ്യാത്തതുകൊണ്ടോ അല്ല. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു എരിച്ചിലും പോച്ചിലും നീറ്റലാണ്. ഒന്നല്ല, നമ്മുടെ പാലക്കാടുള്ള ഷാജിയുടെ വിഷയം ഇങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയേണ്ടതെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ചിട്ട്. ഇതിന്റെ മുമ്പേ ഒരു തവണ ഉണ്ടായിട്ട് അത് ആ നീറ്റിലും പോച്ചിലും ഒക്കെ നിർത്തിയതാണ് നമ്മളെ മണ്ണാർക്കാടുള്ള ഷെരീഫ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ. കാരണം അവൾക്ക് എന്താ പറയേണ്ടതെന്ന് അവൾക്ക് അറിയില്ല. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഉംഗ്ലി ഇങ്ങോട്ട് പുറത്തു കാണുന്ന പരിപാടി ഉണ്ട് അവൾക്ക്. നിങ്ങൾക്കൊക്കെ അറിയാതെ അല്ലേ? അപ്പോ രണ്ടു വാക്ക് അതിനെ കുറിച്ച് പ്രതികരിക്കാതെ ഇരുന്നാൽ ഒന്നിനും പറ്റാത്ത ആളായിപ്പോവും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്ന് കേട്ടോക്കെ. ഒരു യൂട്യൂബ് ചാനല് തുടങ്ങിയ ഒരു വ്യക്തി 2-2.5 ലക്ഷത്തോളം സബ്സ്ക്രൈബർ ഉള്ള ഒരാള് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, നിങ്ങൾ അതൊന്ന് കണ്ടോക്കിയാൽ. അപ്പൊ നമ്മളെ ഷെരീഫ് മോന് ഒരു മറുപടി കൊടുക്കണ്ടേ നമുക്ക്? അവനിപ്പോ വീഡിയോ ഇട്ടിട്ടുണ്ടേ. എടാ മൈ ഗുണാപ്പൻ ഷെരീഫേ, എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, എടാ മയ്യേ, നീ ഫസ്റ്റ് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. ഇങ്ങനെ കിഴു തുള്ളണ്ട, അവിടെ നിൽക്ക്, നീ തുള്ളണ്ട. 10-15 കൊല്ലം ജീവിച്ച എൻ്റെ കൂടെ ജീവിച്ച ഞാൻ കൂടെ കിടന്ന എൻ്റെ ഇക്ക മരിച്ചാല് മരിപ്പ് കൊണ്ടുമ്പോഴല്ലടാ മൈ മോനെ ഞാൻ അവിടെ എത്തിയത്. എടാ മൈ മോനെ, ഞാന് ഹോസ്പിറ്റലിൽ രാത്രി നീ ആലോചിച്ചോ, രാത്രി 9:30 എൻ്റെ ഇക്ക വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ മോന് ബർത്ത്ഡേ ഡ്രസ്സ്, എൻ്റെ മോന് ബർത്ത്ഡേ 27-ാം തീയതി എൻ്റെ മോന്റെ ബർത്ത്ഡേ, സെപ്റ്റംബർ 27-ന് എൻ്റെ മോന്റെ ബർത്ത്ഡേ ചെറുതിന്റെ, 23-ാം തീയതി ഇക്ക മരിക്കുന്നത്, 27-ന് എൻ്റെ ഇക്ക ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് വാട്സപ്പിൽ ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്. നമ്മളെ പത്രിപാല മണ്ണൂരുള്ള ഷോപ്പില്. ആ ഷോപ്പിൽ എൻ്റെ മൈ ഗുണാപ്പൻ ഷെരീഫെ, മൈ മോനെ ഡാഷ് മോനെ. അപ്പോ ഞാൻ അവിഹിതം, എന്റെ അവിഹിതം പിടിച്ചു. എവിടെടാ മൈ മോനെ തെളിവ്? പറഞ്ഞോടോ, എന്നെ കൊന്നതാണോ അവൾക്ക് അവിഹിതം ഉണ്ടായിരുന്നു. എടാ മൈ ഡാഷ് മോനെ, മൈ ഡാഷ് മോനെ, മോൻ ഓക്കെ ഡൈവോഴ്സ് മോനെ. ഫാത്തി ഉണ്ടല്ലോ, സുമിയുടെ ഹസ്ബൻഡ്, അതായത് അവൻ ഇടയ്ക്കിടയ്ക്ക് അവന്റെ വീഡിയോസിൽ പറയുന്ന എക്സ് വൈഫ്, അവന് അവരുടെ ജീവിതത്തിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഈ അവന്റെ എക്സ് വൈഫ് എന്ന് പറയപ്പെടുന്ന സുമി, അല്ലേ? ആ സ്ത്രീയുടെ പല വോയിസുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരുടെ വീഡിയോസ് കാണാറുണ്ട്. അതിൽ ഈ 3 മക്കളുള്ള ഒരു ദമ്പതികളായിരുന്നു അവര്. അതിന്ന് 2 മക്കളെ വേർപിരിച്ചെടുത്തിട്ടാണ് അവൻ രായ്ക്ക് രാമാനം ദുബായിലോട്ട് കടന്നതും. അതിന്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആ സ്ത്രീ അവരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റ് യൂട്യൂബ് ചാനലിൽ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? ഒരു പരസ്പര ധാരണ വേണം, അല്ലെ? ആ ധാരണ ഉണ്ടെങ്കിൽ ഒരു കുടുംബം ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്ത് തെമ്മാടിത്തരം, എന്ത് തെറ്റും ചെയ്താൽ അത് ന്യായീകരിക്കുക എന്നുള്ള കുറച്ച് ആളുകളുണ്ട്. അവീത ബന്ധമായിട്ടും കാര്യങ്ങളും. ഭർത്താക്കന്മാർക്ക് അവീത ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയ്ക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു സ്ത്രീ ചിലപ്പം ഒരുവിധം തെറ്റും കുറ്റങ്ങളെല്ലാം ഭർത്താക്കന്മാരെ പോരായ്മകളൊക്കെ അവർ സഹിച്ചെന്ന് വരും ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ. പക്ഷെ മറ്റൊരു സ്ത്രീയുമായിട്ട് അവർക്ക് അവിഹിത ബന്ധം ഉണ്ട് എന്നുള്ളത് 100-ൽ 110% അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റൂല. അത് ഇനിയിപ്പോ ഇവന്റെ വൈഫായിട്ടുള്ള സുമി എന്ന് പറയുന്ന സ്ത്രീ അല്ല, ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെ. ദുബായിലെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള, ദുബായിലൊക്കെ നമുക്ക് കാശുണ്ടെങ്കിൽ നമ്മളെ കൂടെ ആരും ഉണ്ടാവും. വാപ്പി ഉമ്മി അല്ലാത്ത എല്ലാവരും കിട്ടും അവിടെ. മദ്യം, മയക്കുമരുന്നും എല്ലാ സംഭവങ്ങളും ദുബായിൽ സുലഭമായി കിട്ടുന്ന സ്ഥലമാണ്. അവിടുത്തെ ഒരു കൾച്ചർ എല്ലാ ലേഡീസിനും ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 100-ൽ 99% തെറ്റ് ഈ ഫാത്തിയുടെ കയ്യിലാണെന്നുള്ളതാണ്. ആ ഫാത്തിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഇപ്പം ഷാജി രംഗത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഫാത്തി ചിലപ്പോൾ പാത്തും ദൂരൊക്കെ ചെയ്താണ് പോകും. ഷാജിദ മാത്രം ഒറ്റക്കാവും. ഇവള് ഒന്ന് ഒതുങ്ങിയതായിരുന്നു. എല്ലാ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യൽ തുടങ്ങി നോക്കുമ്പോൾ ഇവള് നന്നായിട്ടൊന്ന് ഒതുങ്ങിയതാ. പക്ഷെ ഇവള് വീണ്ടും ഇപ്പൊ തലപൊന്തിയിട്ടുണ്ട്. കാരണം ഈ റംസാൻ കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലായികയില്ല. പണം എത്തിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ മൈൻഡ് മാറും, സ്വഭാവം മാറും. പിന്നെ എന്താണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല.
ഒരു 5-10 ലക്ഷം റുപ്യൊക്കെ അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെയാണ് വലിയ ആള് എന്നുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ ആവും. ഈ 5 മക്കൾ എത്തിമക്കളാണ് എന്ന് ആലോചിച്ചിട്ടാണ് ആളുകൾ ഇവളെ സഹായിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അവളൊന്ന് ഒതുങ്ങി കഴിയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിന്റെ തെളിവാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്, എന്റെ വീഡിയോസിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ എന്തൊക്കെയാണ് അവൾ പറയുന്നത്? ഒരു സ്ത്രീകൾ സംസാരിക്കുന്ന രീതിയാണോ അത്? അവനവനക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തും വായെ തോന്നിയത് വന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ പറ. നിങ്ങൾക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ? നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ഇത്. ഷെരീഫ് നന്നായിട്ട് പ്രതികരിക്കും. അവന്റെ ചാനൽ റിയാക്ഷൻ ചാനലാണ്. അവ ഇതുപോലെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അവൻ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ എന്ന് വെച്ചൊരു വ്യക്തിനെ ഇങ്ങനെ തേജോവധം ചെയ്യാന്നുള്ളത് ശരിയാണോ? ഈ പറയുന്ന ഷാജി തന്നെ അല്ലേ ഈ ഷെരീഫിന്റെ വീട്ടിലേക്ക് ലൈവ് ഇട്ടിട്ട് ക്യാമറയും തൂക്കി പിടിച്ചിട്ട് പോയത് അല്ലേ? അതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അവിടുന്ന് ഇറങ്ങി ഓടുന്നതും ഇവൻ പിന്നാലെ ഓടുന്നതും ആ മറ്റേ എന്താ പറയാ, അവന്റെ വീട്ടുകാരെ മൊത്തം അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് ഒക്കെ ചെയ്തിട്ട് അവളിപ്പോ റംസാന്റെ മുമ്പേ അവന്റെ വീഡിയോയിൽ അവൻ പറയുന്നുണ്ട്, ഏതൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പർച്ചേസിന് പോയപ്പോൾ അവിടുന്ന് ഉമ്മാനെയും ഭാര്യനെയും ഒക്കെ കണ്ട് പൊരുത്തപ്പെടിപ്പിച്ചു, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല, അന്നൊക്കെ എന്തോ ഒരു അബദ്ധം പറ്റിയതാണ്, മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട് അല്ലേ? നാണുണ്ടോ, ഉളുപ്പുണ്ടോ എനക്ക്? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പറയുന്ന എൻ്റെ ചാനലിലൂടെ ഇപ്പൊ ഈ സംസാരിക്കുന്നത് എങ്ങനെ നിന്നെ സമൂഹം അംഗീകരിക്കുക? സ്വന്തം ഉമ്മാന്റെ വീഡിയോസ് പുറത്തിട്ട ആളല്ലേ ജി? കുരുത്തും പൊരുത്തും ഇല്ലാത്ത മക്കൾക്ക് എങ്ങനെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുക? അതെന്ന് പറഞ്ഞ ഈ വീഡിയോ എത്ര ആൾക്കാർ കാണുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുക. ഇതിന്റെ മുമ്പേ ആ ഒരു ചെക്കനായിട്ട് കറങ്ങാൻ നടന്നതും വയനാട്ടിൽ പോയതും റൂം എടുത്തതും അവളെ ഭർത്താവ് കബീർ മരിച്ചതിന്റെ ശേഷം, എന്നിട്ട് കബീർ ഖാനായിട്ട് പറയുമ്പോൾ 1000 നാവാണ്. എന്ത് ആത്മാർത്ഥതയാണ് മരിച്ചുപോയ ആ വ്യക്തിനോട് നിനക്കുള്ളത്? നീ നിന്റെ ജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെയാണ്? ഇതിനൊക്കെ കണക്ക് ചോദിക്കുന്ന ഒരു കാലം വരും, അത് നീ മനസ്സിലായിക്കോ. കാരണം നിനക്ക് 5 മക്കളുണ്ടല്ലോ, ആൺകുട്ടികൾ. അവർ വലുതായി വരുന്നുണ്ട്. അവർ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ എൻ്റെ ഉമ്മല്ല എങ്ങനെ ചെയ്ത്? എൻ്റെ ഉമ്മല്ലേ അന്ന് അവിടെ പോയിട്ട് റൂം എടുത്ത് ലോഡ്ജ് എടുത്ത് എൻ്റെ ഉമ്മാന്റെ ഉടുതുണി ഇല്ലാത്ത വീഡിയോസ് അല്ലേ ആ മറ്റേ എൻ്റെ ചാനലിലൂടെ വന്നിരുന്നു? ഇതൊക്കെ ചോദിക്കുമ്പോഴേ മക്കൾ തിരിച്ചടിക്കുന്ന ഒരു കാലം അതിവിദൂരല്ല, അത് മനസ്സിലായിക്കോ. ഈ ചോരത്തിളപ്പൊക്കെ മാറും. ഈ ചോരത്തിളപ്പൊക്കെ മാറിയിട്ട് നമുക്ക് അവനവന്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോഴാണ് ഇതിനെ കുറിച്ചിട്ടൊക്കെ ഖേദിക്കുക. മനസ്സിലായോ? ഒന്ന് അടങ്ങ്, കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങ്. പെണ്ണിനെ ബഹുമാനിക്കുന്ന ആളുകൾ തന്നെയാണ് എല്ലാവരും. സമൂഹം അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ സ്ത്രീ സ്ത്രീ ആയിട്ട് തന്നെ ജീവിക്കണം. മനസ്സിലായോ? വായല നാവുണ്ട് എല്ലില്ല എന്ന് വിചാരിച്ചിട്ട് എന്തും വിളിച്ചു പറയാം ആരെ കുറിച്ചെന്നുള്ള ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ തെറ്റാ. അതൊക്കെ ഈ നമ്മൾ എന്താ ഒരു 10, 30, 35 വയസ്സിന്റെ ഉള്ളിലുള്ള ചോരത്തിളപ്പിന്റെ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒതുങ്ങുക. കുറച്ചൊക്കെ ഒരു ദീനീബോധം ചിട്ടോടുക്കനൊക്കെ ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക. ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് വലിയ ആള് എന്നുള്ളതല്ല. അങ്ങനെയൊക്കെ വെച്ചാൽ യൂസുഫ് അലി എങ്ങനെയൊക്കെ ധരിക്കണം? ആ മനുഷ്യനൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അയാൾക്ക് പൈസ അല്ലേ? ആൾ കോടീശ്വരനല്ലേ? ലോകരാജ്യത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ? അദ്ദേഹത്തിനുണ്ടോ ഈ അഹങ്കാരം? ഈ ഈ നയാ പൈസ ചില്ലറ പൈസ തൊട്ട് കയ്യിൽ വരുമ്പോൾ നിങ്ങളെ കൈ കാണിച്ചു കൊടുക്കുന്ന ഈ അഹങ്കാരം ഉണ്ടല്ലോ, ഇതിനൊക്കെ അതിവിദൂരമല്ലാതെ കാലം നല്ല മറുപടി തരും. അത് നിങ്ങൾ ആലോചിച്ചോളി. ആ മരിച്ചുപോയ മനുഷ്യൻ മരിച്ചുപോയി, അയാളെ വീണ്ടും വലിച്ചിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കുകയാണ്. അതിന് കാരണം നീ തന്നെയാണ് നാറ്റിക്കാൻ കാരണം. എന്റെ ഗബീർക്ക എന്ന് പറയും ചെയ്യും, വേറെ ആൾക്കാരെ കൂടെ കയ്യും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ചെയ്യും. ഞാൻ എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. നിങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ? ആര് ചോദിക്കാനും നിന്നെ കുറിച്ച്? നിന്റെ വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട. സ്വന്തം നാട് വിട്ട് മണ്ണാർക്കാടാണ് ഇപ്പോൾ വന്ന് താമസിക്കുന്നത്. ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകൾ നിനക്ക് നാളെ വേറൊരു വീടും കാര്യങ്ങളും വാടകയ്ക്ക് വരുമോ? തരൂല. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ അറിയോ? പറഞ്ഞ് നേരാവണമെങ്കിൽ അന്ന് നീ നേരാവേണ്ടതാ. അതുകൊണ്ട് നീ നേരാവുന്നൊന്നും വലിയ പ്രതീക്ഷ ഒന്നുമില്ല. നമ്മളെ അഭിപ്രായം പറയാൻ വേണ്ടി വന്നാണ്. ഈ ഫാത്തിനെ കണ്ടിട്ടാണ് ഇജ്ജ് ചാടി കളിക്കുന്ന വെച്ചാൽ പാത്തും തൂറിലും ചന്തിയകലും കഴിഞ്ഞ് ഓനോട് പോകും. പിന്നെ ഇജ്ജ് ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. നാളെ എൻ്റെ മക്കളടക്കം ചിലപ്പോൾ എൻ്റെ നേരെ തിരിയും, അത് സംശയമൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ആലോചിച്ച് കണ്ടു അറിഞ്ഞു കേട്ടൊക്കെ കളിച്ചോ, അതാണ് നല്ലത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി വന്നാണ്. ഞാൻ എൻ്റെ വണ്ടിക്ക് എണ്ണ അടിച്ച് ഇത്രയും ദൂരം വന്നത് എൻ്റെ അഭിപ്രായം മാത്രം പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അതാണ് കഴിഞ്ഞാൽ ഞാനോട് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്ര തന്നെ പറയാനുള്ളൂ. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
മറുപടി പറയാതിരിക്കാൻ പറ്റൂല എന്ന് തോന്നിയോണ്ടൊരു വീഡിയോ ചെയ്തതാണ്, ഒഴിവുണ്ടായിട്ടല്ല. ഓക്കെ, ബൈ ബൈ.